ഗ്രൗണ്ട് ഉണ്ട്, അത്യാവശ്യം വലിയ സ്പേസുള്ള സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ ഈ മറ്റേ എന്താ പറയാ മുനിസിപ്പാലിറ്റി അല്ല വെൽച്ചമ്പുറമില്ലേ കുറേ സ്ഥലമൊക്കെ ഉണ്ട് മീറ്റിംഗ് നടത്താനായിട്ട്. ഈ നേരത്തെ ആണെങ്കിൽ കഴിഞ്ഞ ഒരു പാർട്ടിക്കാരുടെ ഒരു ഫംഗ്ഷൻ നടന്നായിരുന്നു. അവിടെ 1,00,000 ആൾക്കാർ അല്ലാതെ 3,00,000 ആൾക്കാരൊക്കെ വരണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ 1,00,000 ആൾക്കാരാണ് വന്നത്. ആ ഗ്രൗണ്ടൊക്കെ എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ എവിടെ ഏത് ഗ്രൗണ്ട് അത് വെങ്കക്കൽ കോടങ്കിപ്പട്ടി അവിടെ വേറെ പാർട്ടി പരിപാടികൾക്കൊക്കെ അനുമതി കൊടുത്തിരുന്ന സ്ഥലമാണോ? അവിടെ ഒരു പാർട്ടിക്കാർക്ക് കൊടുത്തായിരുന്നു, DMK കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ അനുമതി ചോദിക്കുമ്പോൾ കളക്ടറും ഇതിലുള്ള പോലീസുകാരും SP ഒക്കെ പെർമിഷൻ ഇല്ലാന്നൊക്കെ പറഞ്ഞായിരുന്നു. സ്ഥലം ഒന്നുകൂടെ പറയാം. കോടങ്കിപ്പട്ടി. കോടങ്കിപ്പട്ടിയിൽ TVക്ക് അനുമതി ചോദിച്ചിരുന്നു, പക്ഷെ കൊടുത്തില്ല. അവർ ഈ സ്ഥലത്തേക്ക് മാത്രമാണ് ഉള്ളത്. ADMK പാർട്ടിക്കായാലും ആ സ്ഥലം തന്നെ, ഇപ്പോൾ വിജയ്ക്കായാലും ഈ സ്ഥലം തന്നെ കൊടുത്തായിരുന്നു. ഇവരൊക്കെ നടന്നായിരുന്നു. അതിന് യാതൊരു പ്രശ്നമില്ലാതെ അവിടെ പരിപാടി നടന്നായിരുന്നു. അല്ല, കുറവുണ്ടായിരുന്നു. കുറവെന്ന് വെച്ചാൽ വലിയ വലിയ ആൾക്കാരാണ്, കൊച്ചുകളൊക്കെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഇവിടെ വിജയെ കാണാൻ വേണ്ടി ഒരു ആർട്ടിസ്റ്റ് ആയത് കാരണം കൂടെ ഒരു കൊതിയായിട്ടാണ് അവിടെ വന്നത്. ഭയങ്കര ജനമായിരുന്നു. കൂടുതൽ ജനമായിരുന്നു. നല്ല ജനമായിരുന്നു. നേരം വൈകിയപ്പോൾ കുറച്ചുകൂടി ആളുകൾ കൂടുതലായി എത്തി. നേരം വൈകാൻ കാരണം പുള്ളി വരുന്ന വഴിയിലൊക്കെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഞങ്ങൾ ഞങ്ങളൊരു 4 മണിക്കാണ് പോയത്. വീട്ടിൽ നിന്ന് 4 മണിക്കാണ് പോയത്. എത്തും പറഞ്ഞാൽ പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കുറച്ച് ദൂരമുണ്ട്. പക്ഷെ വരുന്ന പുള്ളി വേറെ മക്കൾ പരിപാടി ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ തിരക്കുണ്ട്. അപ്പോൾ എല്ലാ എല്ലാ ആളുകളെ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്ന സമയത്തിന് അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? യഥാർത്ഥത്തിൽ ഇങ്ങി കിടക്കുന്ന അവസ്ഥയായിരുന്നു. എല്ലാവരും ഇങ്ങനെ എല്ലാം തൂക്കിയിട്ടാണ് കൊണ്ടുപോകുന്ന ആളുകളെ. ഇവരുടെ ഫാൻസുകാരനെ കൊണ്ടുപോയത്. അവിടുത്തെ ആളുകളും നാട്ടുകാരും ഫാൻസ് അവസ്ഥ കണ്ടിട്ടും വിജയ് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു, മുങ്ങി എന്നൊക്കെ. രക്ഷപ്പെടുന്നില്ല, പുള്ളിക്ക് ഇറങ്ങി വരാൻ കഴിയില്ല. അങ്ങനെ വരാൻ കഴിയില്ലല്ലോ പുള്ളി രക്ഷപ്പെട്ടൊന്നുമില്ല. പുള്ളി അവിടെ തന്നെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ലായിരുന്നു. അതന്നെ പുള്ളി 10 മിനിറ്റ് മറ്റു 3 മിനിറ്റ് പുള്ളി സംസാരിച്ചുള്ളൂ. പുള്ളി സംസാരിക്കാൻ ഇതെല്ലാം ഇങ്ങനെ കണ്ടപ്പോൾ പുള്ളിക്ക് സംസാരിക്കാൻ തോന്നില്ല. പുള്ളി നിർത്തി. ആളുകൾ ഈ കടകളുടെ മുകളിലും മരത്തിന് മുകളിലൊക്കെ കയറിയപ്പോൾ കുറച്ചുകൂടി അപകടം. അവിടെ അത്യാവശ്യം മരങ്ങളൊന്നും ഇല്ല. ആ ബിൽഡിങ്സ് മാത്രമേ ഉള്ളൂ. മരങ്ങളൊന്നും വളരെ കുറവാണ്. ഒരു മരത്തിന് മുകളിൽ കയറി ഒരു മരം മാത്രം അവിടെ വരുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ബിൽഡിംഗ്, ഇതുപോലത്തെ ബിൽഡിങ്ങിന് മേലെ ആളുകളുണ്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റും പെർമിഷൻ കൊടുത്ത ഇടத்துல ലൈൻ കറണ്ട് കമ്പം പോയിട്ട് പോയിരിക്കും. അത് അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചുകൂടെ പുറത്തായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കറണ്ട് പോയില്ലായിരുന്നെങ്കിൽ ആളുകൾ ആ ഭാഗത്ത് തന്നെ നിൽക്കുമായിരുന്നു അല്ലേ? കറണ്ട് പോയി ഭയങ്കര ഇരുട്ടായപ്പോൾ ആളുകൾ ഭയങ്കര ഒരു ഭീതി ശരിക്കും അവിടെ ഉണ്ടായി. സെൽഫോൺ ടവറൊക്കെ ജാമർ വെച്ച് കട്ട് ചെയ്ത് ആർക്കും റേഞ്ച് ഇല്ലായിരുന്നു. ചെന്നൈ കരൂർ റാലിയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 38 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ച് നടനും നേതാവുമായ വിജയ് അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിജയിക്കാണെന്നും ഉടൻ തന്നെ താരത്തെ അറസ്റ്റ് ചെയ്യണമെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. സമൂഹ മാധ്യമങ്ങളിലും നടനെതിരെ ശക്തമായ അമർഷം പുകയുന്നുണ്ട്. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവരുടെ എണ്ണം നിയന്ത്രണാതീതമായതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് പ്രാഥമിക നിഗമനം. 10,000 പേർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന സ്ഥലത്ത് അതിൻ്റെ 3 ഇരട്ടിയോളം ആളുകൾ എത്തിയതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് തമിഴ്നാട് DGP പ്രതികരിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്കാണ് വിജയ് എത്തേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹം വന്നത് വൈകിട്ട് 7 മണിയോടെയാണ്. പരിപാടി നടത്താൻ അനുമതി നേടിയ സമയം വൈകിട്ട് 3-നും 10-നും ഇടയിലാണ്. എന്നാൽ 12 മണിയോടെ വിജയ് എത്തുമെന്ന് TVK താരങ്ങൾ ട്വിറ്ററിലൂടെ അറിയിച്ചു. ഇതോടെ രാവിലെ 11 മണി മുതൽ തന്നെ ആളുകൾ സ്ഥലത്തേക്ക് ഒഴുകിയെത്തി. കടുത്ത ചൂടിൽ ആളുകൾക്ക് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭിച്ചില്ല. 500 പോലീസുകാരെ സംഭവ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. റാലിയിൽ പങ്കെടുക്കാനെത്തുന്നവരുടെ എണ്ണത്തിനനുസരിച്ച് പോലീസുകാരെ വിന്യസിക്കാൻ താങ്കൾക്ക് സാധിക്കില്ല, അദ്ദേഹം പറഞ്ഞു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് കരൂരിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രതികരിച്ചു. അദ്ദേഹം പുലർച്ചെയോടെ കരൂർ മെഡിക്കൽ കോളേജും സംഭവ സ്ഥലവും സന്ദർശിച്ചു. പുലർച്ചെയോടെയാണ് സ്റ്റാലിൻ ആശുപത്രിയിലെത്തിയത്. സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരമൊരു ദുരന്തം മുമ്പെങ്ങും സംഭവിച്ചിട്ടില്ലെന്ന് സ്റ്റാലിൻ പറഞ്ഞു. ഇതുവരെ 39 പേർ മരിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ ഇത്രയധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു ദുരന്തം ഭാവിയിൽ ഒരിക്കലും ഉണ്ടാകരുത്, സ്റ്റാലിൻ പ്രതികരിച്ചു.
ഏതെങ്കിലും രാഷ്ട്രീയപരമായ ഉദ്ദേശത്തോടെ താനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സത്യം പുറത്തു വന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ആശുപത്രികൾ ചികിത്സയിൽ കഴിയുന്ന എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജയ്ക്കെതിരെ കേസെടുക്കുമോ എന്ന ചോദ്യത്തിന് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുകളിലെ കണ്ടെത്തലുകളെ ആശ്രയിച്ചായിരിക്കും നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ റാലിയുടെ മുഖ്യ സംഘടനയായ TVKയുടെ കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ VP മതിയായകനെതിരെ കേസെടുത്തിട്ടുണ്ട്. കൊലപാതക ശ്രമം, കുറ്റകരമായ നരഹത്യ, ഉത്തരവുകൾ ലംഘിക്കൽ, മനുഷ്യജീവനും സുരക്ഷയ്ക്കും അപകടമുണ്ടാക്കുന്ന നടപടികൾ കൈക്കൊണ്ട പ്രവൃത്തി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം അപകടത്തിന് പിന്നാലെ വിജയ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്നതിലും വിമർശനം കൂടുന്നുണ്ട്. എയർപോർട്ടിൽ നടനെ കാത്തിരുന്ന മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പിന്നീട് 4 മണിക്കൂറിന് ശേഷം ട്വിറ്ററിലൂടെയാണ് വിജയ് പ്രതികരിച്ചത്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ അനുശോചനം അറിയിച്ചതിന് ശേഷമായിരുന്നു ഇത്. മനസ്സ് തകർന്നിരിക്കുകയാണ്. ഞാൻ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നുവെന്നും ചികിത്സയിലുള്ളവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും വിജയ് ട്വിറ്ററിൽ പറഞ്ഞു. അതേസമയം വിജയ് ഇനി എന്ത് നിലപാട് കൈക്കൊള്ളുമെന്നാണ് ഉറ്റുനോക്കുന്നത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അതേസമയം റാലിക്ക് അനുമതി ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയോളം ആളുകളെത്തിയതാണ് ദുരന്തത്തിന് കാരണമെന്ന് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. 10,000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചെങ്കിലും 2 ലക്ഷത്തിലധികം ആളുകൾ എത്തിയതാണ് റിപ്പോർട്ടുകൾ. അതിനിടെ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമായി. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയ പ്രചാരണ പരിപാടിക്കിടെയാണ് ദുരന്തമുണ്ടായത്.